സംസ്ഥാനത്തെ ആദ്യ ടർഫ് സ്വന്തമാക്കിയ ഇടുക്കി തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനമായി ഗ്യാലറി കൂടി ഒരുങ്ങുന്നു. 15 ലക്ഷം രൂപ ചെലവിലാണ് ഗ്യാലറി നിർമ്മിക്കുന്നത്. ഇതിനോടൊപ്പം പകൽ രാത്രി മത്സരങ്ങൾ നടത്തുന്നതിനായി വെളിച്ച സംവിധാനവും ഏർപ്പെടുത്തും. ഗാലറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ മാസം അവസാനത്തോടുകൂടി നാടിന് ഗാലറി സമ്മാനിക്കുവാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്കൂളിൽ ടർഫ് അനുവദിക്കുന്നത്. 38 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ടർഫ് നിർമ്മിച്ചത്. എന്നാൽ കളി കാണുവാനെത്തുന്ന കാണികൾക്കിരിക്കുവാൻ ഇരിപ്പിടമില്ലാതിരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതു കണക്കിലെടുത്താണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവിൽ ഗാലറി നിർമ്മിക്കുന്നത്. ഇവിടെ ആശയപരമായി നമ്മൾ ചിന്തിച്ചപ്പം ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ മദ്യത്തിനും, ഇവിടെ നിന്നല്ല നമ്മുടെ നാട്ടിലുള്ള പല പ്രദേശങ്ങളിലുള്ളവർ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങൾ അവർക്ക് വിനോദത്തിൽ ഏർപ്പെടാൻ ഒരു വേദിയോ സ്ഥലമോ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാഴ്ചപ്പാടനുസരിച്ച് ജില്ലാ പഞ്ചായത്തും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തോട് ചേർന്നുകൊണ്ടാണ് 38 ലക്ഷം രൂപ കൊടുത്ത് ആദ്യമേ ടർഫിന്റെ പണി പൂർത്തീകരിച്ചത്. ഇത് കേരളത്തിൽ ആദ്യത്തെ ടർഫാണ്. യഥാർത്ഥത്തിൽ കളി കാണാൻ ഒട്ടനവധി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊന്ന് ഇരിക്കാനോ കണ്ട് രസിക്കാനോ ഉല്ലസിക്കാനോ പറ്റിയാലാത്ത സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ 15 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചാണ് ഈ ഗാലറിയുടെ പണി ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. വെളിച്ച സംവിധാനം കൂടി എത്തുമ്പോൾ കൂടുതൽ കായിക പ്രേമികൾക്ക് അത് പ്രയോജനം ചെയ്യുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടൊപ്പം സ്കൂളിന്റെ പുതിയ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 1 കോടി രൂപ ഉടുമ്പൻചോല MLA MM മണിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.